ഗൈസ് ഞങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഞാനും അമ്മമ്മയും കൂടി ഇതാ മാമ്പഴം നല്ല നാട്ടുമാങ്ങ തൊലി പൊളിച്ചെടുക്കാം ആദ്യം. ഇതുപോലെ നമ്മൾ മാങ്ങ അതേപോലെ തന്നെ ആട്ടം ഇടുക കറിയിലേക്ക്. ഇത് ഇങ്ങനെ ചെത്തി എടുക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ. ഇതുപോലെ എടുക്കണം കേട്ടോ. കുറച്ച് മധുരം കുറച്ച് പുളിയും കൂടെ ഉള്ള മാങ്ങയാട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഇടേണ്ട വരുമെന്ന് തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് നമ്മൾ തൈരൊക്കെ ഒഴിച്ച് ഉണ്ടാക്കാം ഇത്. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ അല്ല ഉണ്ടാക്കുന്നത്, കാരണം തൈര് ഒഴിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം പുളിയുണ്ട്. അപ്പം ഞാൻ കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ടു. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് അരിയൊന്നും വേണ്ട, ഒരു 2-3 കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പാകത്തിലിട്ടോ. ഞാൻ ഇത്ര എണ്ണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെടുക്കുന്ന മാങ്ങയുടെ അനുസരിച്ചിട്ട് ആണ് നമ്മൾ സാധനങ്ങൾ ഇടുന്നത്. പിന്നെ കുറച്ച് ചുവന്ന മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത്ര ഇട്ടിട്ട് പാകത്തിന് വെള്ളം, ഇതൊന്നും മുങ്ങാൻ പാകത്തിന് വെച്ചാൽ ഒരുപാട് വെള്ളമൊന്നും വേണ്ട, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ വേവാൻ പാകത്തിന് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഒരു 8-10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഈ പഴുത്ത മാങ്ങയൊക്കെ അങ്ങ് വെന്ത് വരണം. അപ്പം ഞാൻ ഇത്ര ഏകദേശം വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഞാൻ ഇപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കേട്ടോ. തേങ്ങ കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കുന്നുണ്ട് തേങ്ങ. എന്നിട്ട് ആ തേങ്ങ ഒന്ന് വെന്ത് അല്ലേ കുറച്ചും കൂടി ഒന്ന് ഒരൊറ്റ തിളയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സെറ്റായി കറി. അത്രയേ വേണ്ടൂ. നല്ല കൊഴുത്ത ചാറ്, നല്ല മാങ്ങയൊക്കെ നല്ല വെന്തു. ഇനി പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ അതിൻ്റെ കൂടെ ചേർക്കാനുണ്ടെങ്കിൽ ചേർത്തും കൂടെ കൊടുത്ത് നമുക്ക് വാങ്ങാം. വാങ്ങിക്കഴിഞ്ഞ് കടുക് വറുക്കാനുണ്ട്. കാണാൻ നല്ല രസമില്ലേ? നമുക്കൊന്നും കൂടി മൂടി വെക്കാം, തേങ്ങ ഒന്ന് വേവട്ടെ. മാങ്ങ നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് വാർത്തു. ഇനി നമുക്ക് കടുക് വറക്കാം. കടുക് വറക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി നല്ല ചൂടായി വരുമ്പോഴത്തേന് എണ്ണ ഒഴിച്ച് കടുകും വറുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ചുവന്നുള്ളിയും പിന്നെ വറ്റൽമുളകും കൂടി കൂട്ടി വറക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് കടുകും ചുവന്നുള്ളിയും മാത്രമേ ഉള്ളൂ. കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും ഇത് നല്ല മൂത്ത് വരണം കേട്ടോ. നല്ല ചുവന്ന് കളറ് മാറി, ചുവന്നുള്ളിൻ്റെ ഒക്കെ കളറ് മാറി നല്ല ബ്രൗൺ കളറാവണം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതാ വറവിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ കറി റെഡി. ടേസ്റ്റ് നോക്കിയിട്ട് പറയാവേ.